കുമരകത്ത് വളരെ സന്തോഷകരമായ ഒരു കാര്യം നടക്കാൻ പോകുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമാണ് ഇന്ന് കണ്ടുമുട്ടുക. കുമരകം ലേക്ക് റിസോർട്ടിൽ ഇന്ന് രാവിലെയാണ് കൂടിക്കാഴ്ച. മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയങ്ങൾ ഇവർ ചർച്ച ചെയ്യുമെന്ന സൂചനയുണ്ട്. വൈക്കത്തെ തന്തൈ പെരിയാർ സ്മാരക ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇരു നേതാക്കളും കുമരകത്ത് താമസിക്കുന്നത്. ഇപ്പോൾ കുമരകത്ത് നിന്ന് മനീഷ് മഹിവാൽ ചേരും. അതുപോലെ വൈക്കത്ത് നിന്ന് ടോബി ജോൺസൺ, പൊതുസമ്മേളന നഗരിയിൽ നിന്ന് വിഷ്ണു സുരേഷ് എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം കുമരകത്തേക്ക് മനീഷ് മഹിവാൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് മനീഷ് മഹിവാൽ. ഒരുപക്ഷെ അവർ വളരെ സൗഹൃദത്തിലാണ് ഈ രണ്ട് മുഖ്യമന്ത്രിമാരും. അതുകൊണ്ട് തന്നെ ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ചുവടുവയ്പ് നടത്താൻ ഇവർക്ക് കഴിഞ്ഞേക്കും. വികാരപരമായ കാര്യമാണ് രണ്ട് സംസ്ഥാനത്തിനും ഇത്. എന്നാൽ പോലും ഒരു രാജ്യത്തിൻ്റെയും കാലത്തിൻ്റെയും പ്രശ്നമാണ് എന്നതുകൊണ്ട് തന്നെ ഇതിലൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? വലിയ മാറ്റങ്ങൾ എന്താണെങ്കിലും ഇന്ന് നടക്കുന്ന ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയപരമായി ഇരു നേതാക്കൾക്കും ഒരേ മനസ്സാണെങ്കിലും നയപരമായി പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ രണ്ട് തട്ടിലാണ് എന്നുള്ളൊരു സംസാരം, അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനത്തിനെത്തിയ തമിഴ്നാട് ജീവനക്കാരെ കേരളത്തിന്റെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞിരുന്നു. പിന്നീട് അതിന് അവർക്ക് ആ പ്രദേശത്തേക്കുള്ള അനുമതി നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് തട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും എം കെ സ്റ്റാലിനും കൂടിയുള്ള ഒരു കൂടിക്കാഴ്ച അവർ ഒരേ വേദിയിൽ പങ്കിടുന്നു എന്നുള്ളതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കുമരകത്തെത്തി ലേക്ക് റിസോർട്ടിൽ ഇവിടെ എത്തുന്നത്. പിന്നീട് അദ്ദേഹം കുമരകത്തെ ഇവിടെ കായൽ ടൂറിസം മേഖലയിൽ എത്തി ഹൗസ് ബോട്ടിൽ യാത്ര നടത്തി. ഇന്നലെ വൈകിട്ട് തന്നെ ഇവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാത്രി 9:30 ഇവിടെ എത്തിയത്. നിലവിൽ ഇവർ തമ്മിൽ മുല്ലപ്പെരിയാർ വിഷയമടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കും, അല്ലെങ്കിൽ ആ ഒരു വിഷയം ചർച്ചയാകും എന്നതിന്റെ അടിസ്ഥാനം കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാടിന്റെ ജലസേചന വകുപ്പ് മന്ത്രി ദുരൈമുരുകൻ വ്യക്തമാക്കിയത്, നിയമസഭയിൽ വ്യക്തമാക്കിയത്. അതായത് അടുത്ത ദിവസം ഇവർ രണ്ട് മുഖ്യമന്ത്രിമാരെ തമ്മിൽ കാണുന്നുണ്ട്. ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ചില തർക്ക വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ, അതായത് കേരള മുഖ്യമന്ത്രിയുടെ ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നിയമസഭയിൽ അവരുടെ മന്ത്രി, ജലസേചന വകുപ്പ് മന്ത്രി അവരുടെ നിയമസഭയിൽ അറിയിച്ചിരുന്നു. ആ ഒരു വാർത്തയുടെ അടിസ്ഥാനമാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ഈ ഒരു വിഷയം കൂടി ചർച്ചയാകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മറ്റു ചില മാനങ്ങൾ കൂടിയുള്ളത്. കഴിഞ്ഞ വർഷം 2023 ഇരു നേതാക്കളും വൈക്കത്ത് ഈ സത്യാഗ്രഹ ഭൂമിയിൽ അവിടെ ബീച്ച് മൈതാനിയിൽ വെച്ച് ഒരേ വേദി പങ്കിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടല്ല ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നു. പക്ഷേ ഇതിന് രാഷ്ട്രീയമായ പ്രാധാന്യമുള്ളത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ രണ്ട് തട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് സംസ്ഥാനത്തിന്റെയും ചീഫ് സെക്രട്ടറിമാർ, തമിഴ്നാട്ടിൽ നിന്നുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ജലസേചന വകുപ്പ് മന്ത്രി അടക്കമുള്ള മുഖ്യമന്ത്രിയെ കൂടാതെ 3 മന്ത്രിമാർ, കേരളത്തിൽ നിന്നാണെങ്കിൽ മന്ത്രി വി എൻ വാസവൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ, ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി എൻ വാസവൻ അടക്കമുള്ള മന്ത്രിമാർ കൂടി പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയും കോട്ടയം ജില്ലാ പോലീസ് മേധാവിയും കോട്ടയം രണ്ട് ജില്ലകളിലെയും കളക്ടർമാർ ഇവിടെ എത്തി, മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു. രണ്ട് മുഖ്യമന്ത്രിമാർ കൂടി പങ്കെടുക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ ഈ കുമരകത്ത് കരയിലും കായലിലും, അതായത് ഈ കായലിനോട് ചേർന്ന പ്രദേശമാണ് ഇവിടെ, അങ്ങനെ ഒരു റിസോർട്ടാണ്. അതുകൊണ്ട് രണ്ട് പ്രദേശത്തും ശക്തമായ കനത്ത സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ സുരക്ഷ വിലയിരുത്താൻ വേണ്ടി ഇന്നലെ രാത്രി കൂടി മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു. എന്താണെങ്കിലും 10 മണിക്കാണ് വൈക്കത്തെ പരിപാടി. ആദ്യം സ്മാരക ഉദ്ഘാടനമായിരിക്കും. 9:30 ഈ ലേക്ക് റിസോർട്ടിൽ നിന്നും ഇരു നേതാക്കളും ഇവിടെ നിന്നും പുറപ്പെടുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു മനീഷ് മഹിവാൽ. ഇനി വൈക്കത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഒരുപക്ഷെ അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ ഇത് വലിയൊരു കൗതുകമായിരിക്കും. കാരണം തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും പലപ്പോഴും ശകട ഈ പരിപാടിയിൽ കടന്നുപോയ ഒരു കാലമാണുള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി പുതിയൊരു കാലത്തിലേക്ക് ഇവർ രണ്ടുപേരും കാലെടുത്ത് വയ്ക്കുന്ന ഒരു സമയം. എങ്ങനെയാണ് നാട്ടുകാർ ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും വൈക്കത്തിൻ്റെ ചരിത്രം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വൈക്കത്തുള്ളവർക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നറിയാം. അപ്പോൾ തമിഴ്നാട് സർക്കാർ കൂടി ഇത്തരത്തിൽ ആ വൈക്കം സത്യാഗ്രഹം, ചരിത്രപരമായിട്ടുള്ള സമരത്തിൻ്റെ ആ ഒരു ശതാബ്ദി വർഷത്തിൽ തമിഴ്നാട് സർക്കാർ കൂടി ഇത്തരത്തിലുള്ള ഒരു സ്മാരക നവീകരണവും അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വൈക്കത്തുള്ളവർക്കും വലിയ കൗതുകം തന്നെയാണ്. എന്തായാലും നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്മാരകത്തിന് തൊട്ട് മുന്നിലാണ്. എനിക്ക് പിന്നിൽ കാണാം തന്തൈ പെരിയാർ
പെരിയാറിന്റെ സ്മാരകം അത് നവീകരിച്ചു. പണ്ട് MGRന്റെ കാലത്താണ് ഈ സ്ഥലം വാങ്ങി അവിടെ ഒരു സ്മാരകം പണിതത്. അതിനുശേഷം ഇപ്പോൾ അത് 88 കോടിയോളം രൂപ മുടക്കിയാണ് ആ സ്മാരകം മനോഹരമായി നവീകരിച്ചിരിക്കുന്നത്. 84 സെന്റ് സ്ഥലത്താണ്, അതായത് കേരളത്തിന്റെ മണ്ണിൽ തമിഴ്നാട് സർക്കാരിന്റെ സ്ഥലമെന്ന് പറയാം. അത് അതിമനോഹരമായിട്ട് തന്നെ നവീകരിച്ചിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത് ഒരു ഗ്രന്ഥശാലയും ഒരു മ്യൂസിയവും ഇതോടൊപ്പമുണ്ട്. അതായത് പുതുതലമുറയ്ക്ക് വൈക്കം സത്യാഗ്രഹത്തിന്റെ ആ ചരിത്രം, പ്രത്യേകിച്ചും ആ സമരത്തിൽ തമിഴ്നാട് വഹിച്ച പങ്ക്, തന്തൈ പെരിയാർ വഹിച്ച പങ്ക്, ആ കാര്യങ്ങളെല്ലാം തന്നെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സ്മാരകവും ഗ്രന്ഥശാലയും അതുപോലെ തന്നെ ഈ മ്യൂസിയവും എല്ലാം പണിതിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, നിരവധി തമിഴ്നാട് നിന്നുള്ള ദ്രാവിഡ കഴകം പ്രവർത്തകർ നിരവധി പേർ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു തന്തൈ പെരിയാറിന്റെ ഈ വൈക്കം സത്യാഗ്രഹത്തിലെ ആ ഒരു പങ്ക് എടുത്തു പറയേണ്ടതാണ്. നമുക്കറിയാവുന്ന പോലെ TK മാധവൻ അടക്കമുള്ളവർ അറസ്റ്റിലായപ്പോൾ ആ സമരം ഒരുപക്ഷെ അണഞ്ഞു പോകുമോ എന്ന് കരുതിയെടുത്ത് നിന്നാണ് തമിഴ്നാട്ടിൽ നിന്നും തന്തൈ പെരിയാർ ഇവിടെ എത്തി ആ സമരത്തിന് നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായിട്ടുള്ള വലിയ പ്രാധാന്യമുള്ള ഒരു വ്യക്തി തന്നെയാണ്. അത് ആഘോഷമാക്കുകയാണ് തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഈ ശതാബ്ദി വർഷത്തിൽ. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. വൈക്കത്ത് നിന്നാണ് ടോബി ചേർന്നത്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കണ്ടുമുട്ടുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുവർണ്ണ ഏടുകളിൽ ഒന്നായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ പൊതുസമ്മേളനം നടക്കുന്ന വൈക്കം ബീച്ചിലാണ്. ഈ സമ്മേളന നഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് വിഷ്ണു സുരേഷ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, എന്തൊക്കെയാണ് ഇന്ന്, എപ്പോഴാണ് ചടങ്ങ് ആരംഭിക്കുക? യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ പെരിയോർ വന്ന് ഇതിൽ പങ്കെടുത്തുകൊണ്ടാണ് EB രാമസ്വാമി നായ്ക്കർ വന്ന് പങ്കെടുത്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊരു ആത്മബന്ധമുള്ള സ്ഥലമായി മാറുന്നത്. വിവരങ്ങൾ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏകദേശം 43,500 അടിയുള്ള 500 ചതുരശ്ര അടിയുള്ള വേദി ഒരുക്കിയിട്ടുണ്ട്. ആ വേദിയുടെ മനോഹാരിത തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും പൂർണ്ണമായും അവർ സംയുക്തമായി നടത്തുന്ന പരിപാടിയാണ്. അതിനോട് തന്നെ ഇതിനോടകം തന്നെ വലിയ പോലീസ് സന്നാഹം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 500-ലധികം വരുന്ന പോലീസ് സേനയാണ് സുരക്ഷ ഒരുക്കുന്നത്. 10:30 പരിപാടികൾ ആരംഭിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരും ഈ വേദിയിലേക്ക് 10:30 എത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും MK സ്റ്റാലിനും 10:30 ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. 5000-ലധികം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് ഒട്ടനവധി DMK പ്രവർത്തകർ ഇങ്ങോട്ട് ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്. അവർ ഒരു 10 മണിയോടുകൂടി ഇവിടെ നിലയുറപ്പിക്കും. സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കർശനമായി പാലിക്കാൻ എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹനങ്ങൾ ഇടുന്നതിനടക്കം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വിപുലമായ ഒരുക്കങ്ങൾ. അത് 2ാം തവണയാണ് MK സ്റ്റാലിൻ ഈ വേദിയിലേക്ക് എത്തുന്നത്. 2023 നേരത്തെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതേ വേദിയിൽ തന്നെ എത്തി സംസാരിച്ചതാണ്. ഇത് 2ാം തവണ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇത്തവണ പക്ഷേ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് തമിഴ്നാട് സർക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 മണിയോടുകൂടി അവിടുത്തെ, അതായത് ഈ വലിയ കവലയിലെ പരിപാടികൾക്ക് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുക. നിലവിൽ ഇങ്ങോട്ടേക്ക് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ പ്രവേശനമില്ല. ഏകദേശം 9 മണിയോടുകൂടി ആയിരിക്കും പ്രവേശനം ആരംഭിക്കുക. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. യഥാർത്ഥത്തിൽ പെരിയാർ EV രാമസ്വാമി നായ്ക്കർ, അദ്ദേഹം തമിഴ്നാട്ടിലെ ദ്രാവിഡ കഴകം രൂപീകരിക്കുന്നതിലൊക്കെ തന്നെ അവിടെ പ്രധാനിയായിരുന്നു. മാത്രമല്ല വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ദിശയിൽ വെച്ച് അദ്ദേഹം അതുമായി ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. മാത്രമല്ല യുക്തിവാദിയായിരുന്നു അദ്ദേഹം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.